കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇനി വരാനിരിക്കുന്ന ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ രേവതിയുടെ സ്വർണ്ണമൊക്കെ അടിച്ചു മാറ്റിയിട്ട് സുധിയാണെങ്കിൽ അതിന് പകരം മുക്കും മണ്ടമൊക്കെ വെക്കുകയാണ്. അപ്പം സച്ചിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി. സച്ചി ആണെങ്കിലോ സുധിയിൽ നല്ല സംശയമുണ്ട്. അങ്ങനെ സച്ചിയും രേവതിയും അതുപോലെ ശ്രീകാന്തും വർഷയും ഒക്കെ കൂടെ ചേർന്ന് ഒരു പ്ലാൻ അങ്ങ് തയ്യാറാക്കുകയാണ്. സുധിയെ കൊണ്ട് തന്നെ പറയിക്കണം ഈ സ്വർണ്ണം അവൻ തന്നെയാണോ അടിച്ചു മാറ്റിയതെന്ന്. അങ്ങനെ ഇവര് നമ്മുടെ ശ്രീകാന്തിന്റെ റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ട് സുധിയുടെ ഫോണിലേക്ക് നമ്മുടെ വർഷയെ കൊണ്ട് വിളിപ്പിക്കുകയാണ്. അപ്പം വർഷ വിളിച്ചതും നമ്മുടെ സുധി ആണെങ്കിലോ ആരാണ് എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പം അതെ സാറ് ഞങ്ങളുടെ ഗോൾഡ് കവറിങ് സ്ഥാപനത്തിൽ വന്നിട്ട് കുറച്ചധികം ഗോൾഡുകൾ വാങ്ങിച്ചല്ലോ, അപ്പം അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചതെന്നൊക്കെ പറയുമ്പം ആദ്യം നമ്മുടെ സുധി വർഷയോട് നല്ല രീതിയിലൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിലോ ഇനി സച്ചി എങ്ങാനും വിളിപ്പിക്കുന്നതായിരിക്കുമോ ഇവർ. ഇപ്പം ഞാൻ ആ ഒരു ഗോൾഡ് കവറിങ് പർച്ചേസ് ചെയ്ത കാര്യങ്ങളും ആ ഡേറ്റും ഒക്കെ അറിഞ്ഞു വെച്ചിട്ട് ഇങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ അതിലെന്തൊക്കെയോ ഒരു ഉടായിപ്പുണ്ടെന്ന് ഇവന് ഫീൽ ചെയ്യാണ്. അങ്ങനെ നമ്മുടെ സുധി പറഞ്ഞു, അതെ നിങ്ങളോട് എനിക്ക് ഒന്നും തന്നെ സംസാരിക്കാനില്ല, നിങ്ങളിത് ആദ്യമായിട്ടാണല്ലോ, സത്യം പറയും ഇതെന്തോ സ്പാമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു കോള് കട്ട് ചെയ്തു. ഈ സമയത്താണെങ്കിലോ നമ്മുടെ ശ്രുതി അപ്പുറം നിൽക്കുകയാണ്. അപ്പം ശ്രുതിയെ നമ്മുടെ വിമലാമ്മ വിളിച്ചു. അമ്മ വിളിച്ചത് മോളേടി ആദ്യക്കുട്ടനെ നിന്നെ കാണാഞ്ഞിട്ട് നല്ല സങ്കടമുണ്ട് കേട്ടോ, നീ അവൻ എത്രയും പെട്ടെന്ന് വന്നൊന്ന് കാണുകയോ വിളിക്കുകയോ ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ അമ്മയെന്നും പറഞ്ഞിട്ട് ശ്രുതി ഫോൺ വെച്ചതും നമ്മുടെ ശ്രുതിയാണെങ്കിൽ അവിടെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അല്ല നിങ്ങൾ എന്താ ഈ ആലോചിച്ച് നിൽക്കുന്നതെന്ന് ശ്രുതി പോയി അവൻ്റെ അടുത്ത് ചോദിക്കുമ്പം ഒന്നുമില്ല, എനിക്കൊരു കോള് വന്നു, ആ കാര്യങ്ങൾ ചിന്തിച്ച് നിന്നതാന്ന് പറഞ്ഞു. അപ്പം ഇപ്പറയാണെങ്കിലോ നമ്മുടെ വർഷയാണെങ്കിൽ അതെ അവൻ എന്തൊക്കെയോ ഒരു ഡൗട്ട് അടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ ഫോൺ അങ്ങനെ വെക്കില്ല, ഇത്രയും നേരവും എന്നോട് നല്ല രീതിയിലൊക്കെയാണ് സംസാരിച്ചത്. ഇനി നിങ്ങൾക്ക് സംശയം തോന്നിയതൊന്നും ആയിരിക്കില്ലല്ലോ, ശ്രുതി തന്നെ ആയിരിക്കുമോ ആ സ്വർണം മോഷ്ടിച്ചത് എന്നുള്ള ആ ഒരു കാര്യമൊക്കെ നമ്മുടെ വർഷം ഇങ്ങനെ പറയുമ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, എടാ സച്ചി എനിക്ക് തോന്നുന്നില്ല ശ്രുതി അങ്ങനെയുള്ളൊരു കടുങ്കൈ ചെയ്യുമെന്ന്. എടാ എനിക്ക് നല്ലതുപോലെ അറിയാം ശ്രുതി തന്നെ ആയിരിക്കും ആ സ്വർണം അടിച്ചു മാറ്റിയത്, അതിനൊക്കെ കൂട്ടായിട്ട് നിന്റെ അമ്മയും നിന്നിട്ടുണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പം ഈ വിവരങ്ങളൊക്കെ നമ്മുടെ സുധിയാണെങ്കിൽ നേരെ വീട്ടിലേക്ക് വന്നിട്ട് ചന്ദ്രമതിയുടെ അടുത്ത്, അതും ചന്ദ്രമതിയോട് പറഞ്ഞു, അമ്മ ഇങ്ങ് വന്നേ എനിക്കൊരു അത്യാവശ്യം ഒരു കാര്യം പറയാനുണ്ട്, വേഗം വാന്നും പറഞ്ഞിട്ട് അവളെ ഒരു റൂമിൽ കയറ്റി. അതിനുശേഷം ചന്ദ്രയോട് പറഞ്ഞു, അമ്മ എനിക്ക് ഇന്നൊരു കോള് വന്നു, ആ വിളിച്ച ആൾക്കാർ നമ്മൾ ഗോൾഡ് കവറിങ് പർച്ചേസ് ചെയ്ത കടയിൽ നിന്നാന്നാ പറഞ്ഞത്. അപ്പം അങ്ങനെയൊക്കെ ആരെങ്കിലും വിളിക്കുമോ എന്ന് ഇവനിങ്ങനെ ചോദിക്കുമ്പം എൻ്റെ മോനെ ആ സച്ചിക്ക് നിന്നെ എന്തൊക്കെയോ സംശയം ഉണ്ടടാ, അവനായിരിക്കും ഇതിനൊക്കെ പിന്നിലെന്നും പറഞ്ഞിട്ട് ചന്ദ്രയാണെങ്കിൽ സച്ചിയെക്കുറിച്ച് സംസാരിക്കുക. എനിക്കും അങ്ങനെ തന്നെ തോന്നി. എടാ നീ മണ്ടത്തരം എന്തെങ്കിലും വിളിച്ചു പറഞ്ഞോ എന്ന് ചോദിക്കുമ്പം ഇല്ലമ്മേ ഞാൻ അവരോട് ദേഷ്യപ്പെട്ടു, ഇതെന്തോ സ്പാമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവരോട് ചൂടാകുക ചെയ്തത്. അതുകൊണ്ട് ഇനി നീ സച്ചിയെ പെട്ടെന്ന് തന്നെ അവൻ്റെ ആ ഒരു സ്വഭാവത്തിലെ മാറ്റങ്ങളുമൊക്കെ നീ നല്ലതുപോലെ തന്നെ വീക്ഷിക്കണം. അവനെങ്ങാനും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ നിനക്കറിയാലോ അച്ഛൻ്റെ 50 ലക്ഷം നീ കൊണ്ടുപോയപ്പം നിന്നെ ഈ വീടിന് ചുറ്റുമിട്ട് അടിച്ചവനാണ് അവനെങ്ങാനും അവൻ്റെ ഭാര്യയുടെ സ്വർണ്ണങ്ങൾ നീയാണ് എടുത്ത് വിറ്റതെന്നെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ കാര്യം ഗോപിയാന്ന് പറയുക. ഇത് കേട്ടതും ശ്രുതിക്ക് നല്ല പേടിയായി. അമ്മ ഞാൻ നീ എന്ത് ചെയ്യും, ഇനിയിപ്പോൾ പെട്ടെന്ന് നീ ഇപ്പം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ആ പൈസ ഒപ്പിച്ചിട്ട് അവളുടെ സ്വർണം വാങ്ങിച്ച് വെക്ക്, അല്ലാതെ ഇതിനി ഒരു സൊല്യൂഷൻ ഇല്ലയെന്ന് ചന്ദ്രമതി പറയുകയാണ്. അപ്പം എൻ്റെ ബിസിനസ്സൊക്കെ ആകെ മുഴുവനും തകരാറിലായിട്ട് ഇരിക്കുക, ഈ സമയത്ത് ഞാൻ എങ്ങനെ അമ്മ ഇത്രയും ലക്ഷം രൂപയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ശ്രുതി പറയുമ്പം എൻ്റെ പൊന്നു മോനെ സച്ചിക്ക് നിന്നെ സംശയം തോന്നിയ സ്ഥിതിക്ക് അവൻ ഇതിൻ്റെ വേര് ജഗഞ്ഞു വരും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ സ്വർണം എടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നും പറഞ്ഞു ചന്ദ്ര അവിടെ നിന്ന് പോവുക. അതിനുശേഷമാണെങ്കിലോ നമ്മുടെ സച്ചിയും രേവതിയും കൂടെ നിന്ന് ആലോചിക്കുക, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാകില്ല, ശ്രുതി തന്നെ ആയിരിക്കും ഇതിനൊക്കെ പിന്നിൽ. അങ്ങനെ ശ്രുതി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മുടെ ചന്ദ്രമതി അമ്മ നല്ലതുപോലെ അവനെ സഹായിച്ചും കാണും. അപ്പം രേവതി പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, നമ്മുടെ കയ്യിൽ വേറെ തെളിവുകളൊന്നും ഇല്ലല്ലോ,
വർഷയുടെ അടുത്താണെങ്കിൽ അവനത് സമ്മതിക്കുകയും ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒരു മാർഗമുണ്ട്. അമ്മ എന്ത് തരികിട സ്വഭാവം കാണിച്ചാലും അതൊക്കെ കണ്ടുപിടിക്കുന്ന ഒരാളുണ്ടല്ലോ, മറ്റാരുമല്ല നമ്മുടെ ഭാമാൻറ്റി തന്നെ. ആൻറ്റിയെ പോയിന്ന് കാണാം. അല്ല, അതിനിപ്പോൾ നമ്മൾ ആൻറ്റിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ആൻറ്റി സത്യമൊക്കെ പറയുമെന്ന് ചോദിക്കുക രേവതി. ഇത് കേട്ടതും സച്ചി പറഞ്ഞു, അത് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആൻറ്റി നമ്മളോട് സത്യങ്ങൾ പറയും. അങ്ങനെ രണ്ടുപേരും കൂടെ നമ്മുടെ ഭാമയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. ഭാമയാണെങ്കിലോ സച്ചിയും രേവതിയും കണ്ട പാടെ തന്നെ, മക്കളെ നിങ്ങളിങ്ങ് വാ, അല്ല എന്താണ് വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി ആണെങ്കിൽ കുറച്ച് പഴങ്ങളൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. ഒരു ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് നമ്മുടെ ഭാമയുടെ കൈവശം കൊടുത്തു. അപ്പോൾ ഭാമാൻ്റെ ചോദിച്ചു, മക്കളെ നിങ്ങൾ വെറുതെ വന്നതാണോ? ഞങ്ങൾ കുറച്ചധികം പഴമൊക്കെ വാങ്ങിച്ചു, അപ്പോൾ ഇത് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു, അങ്ങനെ വന്നതാ ആൻറ്റി, എന്തുണ്ട് വിശേഷം എന്നൊക്കെ ഭാമയോട് ഇങ്ങനെ കുശലം ചോദിക്കുക സച്ചി. അപ്പോൾ ഭാമ പറഞ്ഞു, എനിക്ക് എന്താ മോനെ വിശേഷം, നിങ്ങളെപ്പോലെ ഇങ്ങനെ രണ്ട് മക്കളൊക്കെ ഇവിടെ വന്ന് ഇടയ്ക്ക് അന്വേഷിക്കും, അല്ലാതെ എൻ്റെ സ്വന്തം മകൻ എൻ്റെ കാര്യങ്ങളൊന്നും തിരിഞ്ഞേ നോക്കില്ലല്ലോ. ഒരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. അല്ല അമ്മ വിളിക്കുകയോ പറയുകയോ എന്തെങ്കിലും ചെയ്തോന്ന് സച്ചി ചോദിക്കുമ്പം വിളിച്ചായിരുന്നു. അവൾ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്നെ വിളിച്ചറിയിക്കാറുണ്ട്. അങ്ങനെ ഇവർ വളരെയധികം ഹാപ്പി ആയിട്ട് സംസാരിക്കുമ്പോൾ സച്ചി ആണെങ്കിലോ, ആൻറ്റി ഞങ്ങൾക്ക് വലിയ സന്തോഷമൊന്നും ഇല്ല ആൻറ്റി, ആൻറ്റിക്ക് അറിയാമല്ലോ വീട്ടിൽ മോഷണം നടന്നതും അതുപോലെ രേവതിയുടെ സ്വർണ്ണമൊക്കെ ഗോൾഡ് കവറിങ് ആയതും അതൊക്കെ ആലോചിക്കുമ്പോൾ നല്ല ടെൻഷനുണ്ട്. അതുമാത്രമല്ല ആൻറ്റി, അച്ചമ്മ കൊടുത്ത സ്വർണം കൂടി അതുകൂടി മുക്കുപണ്ടമായി പോയില്ലേ, ഇതൊക്കെ ആരോ ചെയ്തൊരു പണിയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഭാമയുടെ നാവിൽ നിന്ന് തന്നെ ചന്ദ്രമതിക്കും സുധിക്കും ഇതിലുള്ള ഒരു പങ്ക് അവൾ തന്നെ തുറന്നു പറയാൻ തുടങ്ങുകയാണ്. സത്യം പറയാം ആൻറ്റി, എന്താ സംഭവം? അമ്മ ആരെങ്കിലും ഇതെടുത്തതാണ് എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവരോട് ഒരുപക്ഷെ ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്. ആൻറ്റിക്ക് അങ്ങനെ വല്ലതും അറിയാവോ? അമ്മ എന്തേലും പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. അത് മോനെ, നീ ചന്ദ്രയോടും അതുപോലെ തന്നെ സുധിയോടും ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത്. ഞാൻ പറയാമെന്നും പറഞ്ഞ് ഭാമ ഇങ്ങനെ പറയാൻ തുടങ്ങിയതും നമ്മുടെ ചന്ദ്രമതി അവിടെ അവതരിക്കുകയാണ്. ചന്ദ്രമതി അവിടെ നിന്നിട്ട് പറഞ്ഞു, ഭാമയെ നിന്ന് നീട്ടി അങ്ങ് വിളിച്ചു. ഭാമയാണെങ്കിൽ എൻ്റെ ദൈവമേ, ഇപ്പം ചന്ദ്ര വന്നില്ലായിരുന്നെങ്കിൽ സത്യങ്ങൾ മുഴുവനും നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും ഒക്കെ അടുത്ത് പറഞ്ഞു പോയേനെ. അങ്ങനെ ഇവർ ടെൻഷൻ അടിച്ച് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോഴത്തേക്കിനും, അല്ല നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ എടുക്കുന്നതെന്ന് ചോദിച്ചിട്ട് ചന്ദ്രമതി അകത്തേക്ക് ഇടിച്ചു കയറി. അല്ല അതെന്താ, ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റില്ലേ എന്ന് സച്ചി തിരിച്ചു ചോദിച്ചു. ഈ സമയമാണെങ്കിലോ, അല്ല നിങ്ങൾ അങ്ങനെയൊന്നും ഇവിടെ വരാറില്ലല്ലോ, ഞങ്ങൾക്ക് കുറച്ച് ഫ്രൂട്ട്സ് കിട്ടി, ആ ഫ്രൂട്ട്സ് ഭാമാൻറ്റിക്ക് കൊടുക്കാൻ വേണ്ടി വന്നതാണെന്ന് സച്ചി ഒരു കളവ് പറഞ്ഞു. കൊടുത്തല്ലോ, ഇനി വീട്ടിലേക്ക് പോയിക്കോന്ന് പറഞ്ഞു. അപ്പം ചന്ദ്രമതി ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുമ്പം സച്ചിക്കാണെങ്കിൽ അതിനെക്കാട്ടിലും വലിയ ദേഷ്യം. ഭാമാൻറ്റി ഇപ്പം ഒരു സത്യങ്ങളൊക്കെ പറഞ്ഞു പോയേനല്ലോ, അപ്പം അതിനു മുന്നേ അമ്മ വന്ന് അതൊക്കെ നശിപ്പിച്ചല്ലോ എന്നുള്ളൊരു ദേഷ്യമാണ് നമ്മുടെ സച്ചിക്കുള്ളത്. അങ്ങനെ സച്ചിയും രേവതിയും വെളിയിലേക്ക് ഇറങ്ങി. ഈ സമയത്താണെങ്കിലും, ഭാമേ നീ എന്നെ കാട്ടിക്കൊടുക്കുമല്ലേ, ഞാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ സത്യങ്ങളൊക്കെ നിന്നോട് പറഞ്ഞത്, ഇപ്പം ഞാനൊരു കള്ളിയാകുന്ന രീതിയിൽ വരെ നീ സംസാരിച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ആണെങ്കിൽ ഭാമയുടെ നേരെ ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ഭാമ പറഞ്ഞു, നീ വരാനായിട്ട് 5 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ഞാൻ എല്ലാ സത്യങ്ങളും പറഞ്ഞു പോയേനെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി എന്തൊക്കെയോ ഉടായ്പകളും ഒക്കെ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് എന്നൊക്കെ കാണിച്ചുകൊണ്ടാണ് ഒരു എപ്പിസോഡ് വന്നിരിക്കുന്നത്. കള്ളനെ കൈയോടുകൂടി പൊക്കോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ കാണാനായിട്ട് അടുത്ത എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, താങ്ക്